നമ്മളിന്ന് മൈനിങ്ങിന് പോയാണ്. ഇന്നലെ മൈനിങ്ങിന് ഞാൻ പോയായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടായില്ല. ഇന്നാണ് സെറ്റാക്കി. എൻ്റെ സ്കിന്നൊക്കെ പോയി. ഞാൻ സൈൻ ഇൻ ചെയ്തു. പിന്നെ ഇന്നാലെ 11 അയൺ കിട്ടി. ആ ഒരു അയൺ കിട്ടി. പിന്നെ ഞാനില്ലേ താഴോട്ട് മൈൻ ചെയ്തുകൊണ്ട് പോയപ്പോൾ ഞാൻ ചത്തായിരുന്നു. ആൻഡ് ചത്തപ്പെല്ലാം പോയി. ഇപ്പോൾ ഞാൻ കുറേ പ്ലാൻസൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്ലാനിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് കയറിപ്പോയതാണ്. അപ്പോൾ ഞാൻ ആ പ്ലാൻ കൂടി ഇനി ആക്കട്ടെ. ഫുഡ് കിട്ടിയിട്ട് ഈ അയണും കത്തിക്കാടാണോ ഇവിടെ നിന്നായിരുന്നു ആകണ്ടായ പ്ലാൻ എടുത്ത. ഓ എന്നാ പോക്കായിരുന്നു എന്നല്ല. ഞാൻ ഇന്നലെ വീഡിയോ അത്യാവശ്യം ലോങ് ആയപ്പോൾ കുറേ ഒന്നും കിട്ടിയില്ല. ഇനി അടിക്കാൻ ഞാൻ ടൈം ഉണ്ടായില്ല. ഓക്കെ, പിന്നീട് നമ്മളെ ടൂൾസൊക്കെ ആക്കാം ഇനിയും. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ഷീപ്പുണ്ട്. ഇതിനെ അടിച്ചിട്ട് ഡീസ്പോൺ ആവാതെ വെച്ചതാ. എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ വൂൾ ഫാം ആക്കാൻ. വൂൾ ഫാം ആവശ്യം വരും. നെതറൈറ്റ് മൈൻ ചെയ്യാം. ഈ ഒരു വേൾഡിൽ ഞാൻ നെതറൈറ്റൊക്കെ മൈൻ ചെയ്യുമെന്ന് അറിയില്ല. എന്നാലും എടുത്ത് ഇത് ആക്കി വെച്ചേക്കാം സാധനങ്ങളൊക്കെ. ചിലപ്പോൾ ഞാൻ നെതറൈറ്റ് ആക്കിയല്ലോ. ഇതുവരെ ഞാൻ ഒന്നിലും നെതറൈറ്റൊന്നും ആക്കിയിട്ടില്ല. ഡയമണ്ട് വരെ പോയിട്ടുണ്ട്. അത് മറ്റേ ഇതിൽ മോജോ ലഞ്ചറിൽ അവളുടെ വേണമെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ ആ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഒരു ഷോർട്സിൽ കാണിച്ചു തരാം. എൻ്റെ വീഡിയോ എടുക്കാത്ത മറ്റേ ഇതൊക്കെ. ഓക്കെ, ഞാൻ ഉറങ്ങട്ടെ. പിന്നെ ഞാൻ ആദ്യമായി മൈൻ ചെയ്ത സുധീണ്ണൻ്റെ അതുപോലെ ആക്കിയ ഇല്ലേ, അതിൽ പണിയായി. അയ്യോ പ്രശ്നമായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്ര നേരം കളിച്ചതൊന്നും ഞാൻ പറയുന്നൊന്നും സൗണ്ട് കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഞാൻ സൗണ്ട് കൂട്ടിയിട്ടുണ്ടായിന്. ഓക്കെ, കേട്ടാൽ മതിയായിരുന്നു. ഓക്കെ, ഞാനൊന്ന് പോസ് ചെയ്തിട്ട് ചെറിയൊരു ആവശ്യമുണ്ട്. അത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ച് മൈൻ ചെയ്യോ. ലാഗായി ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായതാണ്. ഓക്കെ, ഞാൻ ഷാഡർ പിന്നും ഓഫാക്കിയിട്ടുണ്ട്. ഇത് എത്രാമത്തോട്ട് പറയുന്ന അറിയില്ല. ഞാൻ 2 വീഡിയോ എടുത്ത്. ഷാഡർ ഓഫാക്കിയാൽ ഭയങ്കര ഇറിട്ടാണ്. പോരാഞ്ഞിട്ട് അത്യാവശ്യം സ്മൂത്തും കിട്ടും. പിന്നെ ഈ ഷാഡറൊക്കെ നിങ്ങൾക്ക് സാധാ മൈൻക്രാഫ്റ്റിലൊന്നും കിട്ടത്തില്ല. കിട്ടും, പക്ഷേ ലാഗായിരിക്കും. പാച്ചഡ് ആക്കണം. അത് ചിലർക്കൊക്കെ അറിയും. പക്ഷെ മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ട് കളിക്കുന്നവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, എല്ലാവരും ലൈക്കും സബൊക്കെ ചെയ്യുക ഗൈസ്. ഞാനൊരു സ്റ്റോൺ പിക്കാക്സ്, ഒരു ആക്സ്, പിന്നെ നമ്മുടെ സ്വന്തം സോഡ്. ഇതാണ് മെയിൻ. എനിക്കേറ്റവും മെയിൻ സോഡാണ്. എല്ലാത്തിനും അടിച്ച് വീശിയിടുക. അപ്പോൾ നമുക്ക് മൈനിങ്ങിന് മാക്സിമം ഞാൻ നോക്കട്ടെ. ഈ വഴി പോയിട്ട് റെക്കോർഡാണ്ട് ഈ വഴി നേരെ പോയിക്കൊണ്ട് ഞാൻ പോയി നോക്കട്ടെ. ആൻഡ് ഇവിടുന്ന് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് പോകാം. കുറേ പിക്കാക്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതൊക്കെ പോയി, എല്ലാം പോയി. കുറേ ഈ ടോർച്ചുണ്ടായിരുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടായിരുന്നു കോളൊക്കെ കിട്ടിയത്. കോളിപ്പോൾ കിട്ടാൻ ഭയങ്കര പാട്. ഏതൊക്കെയോ വഴിയിൽ ഓടിപ്പോയി. എൻ്റെ കേവിൽ ഈ കാണുന്ന ഭാഗത്ത് തന്നെ കോളുണ്ടായിരുന്നു. ഞാൻ കുറേ ചുറ്റി അതിലേ പോയി ഇങ്ങോട്ട് വന്നു. ഇനി കോള് ഇനി എവിടെ നിന്നൊക്കെ കിട്ടുമോ എന്തോ. ആൻഡ് ഈ വീഡിയോ ലെങ്ത്താക്കണ്ട, അതുകൊണ്ട് ഞാനിപ്പോൾ പോസ് ചെയ്യണം കോള് കിട്ടുന്നവരെ. ഗായ്സ്, അങ്ങനെ കോള് കിട്ടിയിട്ടുണ്ട്. ഈ സ്ക്രീൻ റെക്കോർഡർ നോക്കട്ടെ. കോള് കിട്ടിയിട്ടുണ്ട്. ഇത് മൈൻ ചെയ്യാൻ ഇനി കുറേ ഉണ്ടായാൽ മതി. രാത്രി ആകുന്നുണ്ടോ ഒരു ചെറിയ സംശയം. ഇപ്പോൾ ഉറങ്ങിയല്ലേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കിട്ടി. പിന്നെ എൻ്റെ ഫോണിൽ അധികം സ്റ്റോറേജ് ഇല്ല, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യണില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യത്തില്ല. ആൻഡ് ഒന്നാമത് ഞാൻ കുറേ ഗെയിംസ് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് ഇത്ര സ്റ്റോറേജ് കിട്ടിയത് തന്നെ. എത്രത്തോളം വീഡിയോ ലോങ്ങായാൽ കിട്ടുമെന്നൊന്നും അറിയില്ല.
എന്നാലും ചിലതൊക്കെ ചിലപ്പോൾ കിട്ടത്തില്ല, സ്റ്റോറേജ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ വീഡിയോ കിട്ടത്തില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. വീഡിയോക്കൊക്കെ ഭയങ്കര ലെങ്താണ്. ഓക്കെ, ഞാൻ കുറേ കോൾ മൈൻ ചെയ്തിട്ടുണ്ട്. കുറേ എന്ന് പറയാൻ പറ്റൂല, ഇത് കുറേ വേണ്ടി വരും. ഇനിയും കുറേ വേണ്ടി വരും. പിന്നെ ഞാൻ സ്കൈ ബ്ലോക്കോ അതോ ജാവയിലോ അങ്ങനെ അതിൽ വല്ലോ ലെക്സ് പ്ലേയോ അങ്ങനത്തെ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഭാഗത്തോടെ ആയിരുന്നു എൻ്റെ ബേസ്. ആദ്യം മൈൻ ചെയ്ത ബ്ലോക്ക് ഞാൻ എവിടെയോ കൊണ്ടുപോയി വെച്ചായിരുന്നു. അത് സ്പോണിങ്ങിലോട്ട് പോയാൽ കിട്ടും. സ്പോണിങ്ങിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു ഐലൻഡിൽ തന്നെ എൻ്റെ ബേസും ഉള്ള. ഇവിടുന്ന് ചാടിയ മരണമായിരിക്കും. ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും ഒരു ഹട്ടിലാറ്റോ. ഓക്കെ, ഇവിടെ എത്തിയല്ലോ, അത് മതി. 24 ഉണ്ട്, അതിൽ 12 അവിടെ കിടക്കട്ട്. ബാക്കി നമുക്ക് ടോർച്ചാക്കാം. ഓക്കെ, 12 പകരം 13 ഇത് മറ്റേ സ്റ്റിക്ക് ഉണ്ട്. ഇതൊക്കെ എടുക്കാം. 48 കിട്ടി, നല്ല ലാഭം. കുറേ പിക്കാക്സ് വേണം. അത് താഴോട്ട് ഡീപ്പ് സ്ലേറ്റ് വരെ എത്തണമെങ്കിൽ കുറേ പിക്കാക്സ് വേണം. പിന്നെ എപ്പോൾ വേണമെങ്കിൽ ഞാൻ ചാവ ഉറപ്പാണ്. ചാവുന്നത് എന്തായാലും ചത്തിരിക്കും ഞാൻ. അതുകൊണ്ട് ചാവുന്നതുകൊണ്ട് എല്ലാം പോവും. മതി, ഇത്ര മതി. സ്റ്റിക്ക് ഇനിയുണ്ടല്ലോ. ഓക്കെ, 3 പിക്കാക്സ് അടുപ്പിച്ച് വേണം. പിന്നെ പോയ വഴിക്ക് ഞാൻ പിഗിനെ തല്ലിക്കൊന്നു. അതുകൊണ്ട് ഇതപ്പോൾ ഫുഡ് കിട്ടി. പക്ഷേ ഇതിനെ കുക്കിടാക്കി തോന്നില്ലായിരുന്നു. കുക്കിടാക്കാൻ തോന്നിയപ്പോൾ അതിനൊക്കെ പാന. ഓക്കെ, ഫുള്ളായ അത്ര 5 കൊണ്ട് ഫുള്ളായ. ഓക്കെ, ഇനി ഇത്ര ഇത് വെച്ച് ഫുഡ് കുറേ പോയി, എന്ത് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി വുഡ് ഫാമൊക്കെ ആക്കണോ. അങ്ങോട്ട് എത്തുമ്പോൾ എന്തായാലും എൻ്റെ പിക്കാക്സ് പൊട്ടും. വേണമെങ്കിൽ ഒരു അയണിൻ്റെ പിക്കാക്സും കൊണ്ട് പോകാൻ ആവശ്യമില്ല. ഞാൻ വന്നെടുത്തോളൂ. ഡയമണ്ടൊന്നും കിട്ടില്ല. ഞാൻ ഡയമണ്ട് പ്രതീക്ഷിച്ചാൽ അങ്ങനെ പറഞ്ഞ. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെല്ലെ വന്ന് ഞാൻ വീഴാത്ത രീതിയാക്കും. ഇങ്ങനെയാണെന്ന് വെച്ചത് ഇങ്ങനെ വെക്കും. അപ്പം ഇനി ഞാൻ അങ്ങോട്ട് പോയി വീഴത്തൊന്നുമില്ല. കുറച്ച് മുകളിലോട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് താഴോട്ട് പോയിച്ചോണ്ട് പോവാം. ഓക്കെ, അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ പോസാക്കുന്നു. വീഡിയോ ലെങ്ത്ത് കൂടും. ഓക്കെ, ഞാൻ അതാ ഇവിടെ പിന്നൊരു കേവ് ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ഞാൻ വീണില്ല. ഞാൻ കുറച്ച് ഇങ്ങനെ വന്ന് മെല്ലാക്കി പടം നല്ലൊരു ഇരുട്ടല്ല, കുറച്ച് വെളിച്ചം കണ്ട്. അതാ ലാവേൻ്റെ ഇതാണ്. അങ്ങോട്ടൊക്കെ പോയാൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി വെള്ളത്തിലാക്കാം. ഞാൻ ഇപ്പോൾ വാട്ടർ ബക്കറ്റ് ആക്കട്ടെ. മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്കാം, വാട്ടർ ബക്കറ്റ് ആക്കാം. വാട്ടർ ബക്കറ്റല്ല, ബക്കറ്റ് ആക്കാം. അതിന് വാട്ടർ ആക്കാം. വെള്ളം എന്തൊക്കെയോ പറയുന്നു. വെള്ളം എടുക്കാം അതിൽ. ഓക്കെ, നമുക്ക് ഈ അയണ് ഭ്രാന്ത് പിടിച്ചിങ്ങനെ വെക്കേണ്ടി വരും. ഓക്കെ, ഒരു ബക്കറ്റാക്കി നേരെ വെള്ളം എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ താഴോട്ട് വെള്ളം ഒഴിച്ച് MLG അല്ല, MLG നടക്കൂല. MLG ഞാൻ ട്രൈ ചെയ്തേനെ, പക്ഷെ ചെയ്യൂല. ചെയ്ത മൂഞ്ചിയ പിന്നെ ഈ സാധനങ്ങളെ ഇനി ഞാൻ ആക്കണ്ടേ, അത് പറ്റൂല. ഇത് വലിയ കഷ്ടമുള്ളതൊന്നല്ല, എന്നാലും ഇരിക്കട്ടെ, മെല്ലെ പോവാ. ഇനി വല്ലതും സംഭവിച്ചാൽ ഓക്കെ, അത് പോട്ടെ. ഈ ബക്കറ്റ് എടുത്ത് വെച്ച് വന്നാലോ. നമ്മളെ ബേസിനാക്കാം നമുക്ക് ഈ ഗെയിമിനെ ബേസാക്കുന്നത്. അയ്യോ ഞാൻ ചത്താ. അയ്യോ, ലാവിൻ്റെ അടുത്തൊന്ന് എന്ത് ഇട്ട് ഇവിടെ. അയ്യോ, സ്പൈഡർ. അയ്യോ, മണ്ടനായ അവന്. അയ്യോ, ഫുഡും ഇല്ല, വെറുതെ വേണ്ടായിരുന്നു. ആ പൊട്ടൻ എന്ത് കളിക്കുന്നത്? താഴ്ത്തു വാടാ. ഇവിടെ എല്ലാം വെളിച്ചാക്കാം. അയണുണ്ട് ഇവിടെ. എണ്ണ നോക്കി നിന്നാ മതിയാ. ഇവരൊക്കെ ക്ലിയർ ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കിയതാണ്. ഇതൊന്നും ഞാൻ അടിക്കുന്നു. സ്പൈഡർ പൊട്ടന്. അയ്യോ,
എന്തോന്നിത് എല്ലാവരും ഇതൊന്നും ഞാൻ അടിക്കുന്നൊന്നും കൊള്ളാത്ത ചത്ത് കേട്ടോ ചത്ത്. യെസ്, പിന്നെ രണ്ടാമത്തെ മരണം ഇവിടെ ഉണ്ട്. ഫുഡാക്കിയിട്ട് പോകാൻ സാധനങ്ങൾ കിട്ടണം. ഇനി എന്തായാലും പോയി സാധനങ്ങളൊക്കെ എടുക്കാം. അയ്യോ, നമുക്ക് നാളെ എന്തോന്ന് ചെയ്യുക? നിങ്ങൾ തന്നെ പറ നാളെ എന്താണോന്ന്. എക്സ്പ്ലോറിങ്ങിന് വല്ലതും പോവാം നമുക്ക്. ഓക്കെ, ഇതാണ് എൻ്റെ മരണ ഏരിയ. ഓക്കെ, സാധനങ്ങളെല്ലാം എടുത്തു. മരണം ഏരിയ എല്ലാം കിട്ടിയോ? സോഡ് വല്ലതും ഉണ്ടോ അവിടെ? എക്സ് ഉണ്ടല്ലോ, അത് മതിയായിരുന്നു. ജാവ കളിച്ചാൽ പിന്നെ എക്സ് ഉണ്ടെങ്കിൽ സോഡിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് കളിക്കാം. ഓ, എൻ്റെ ടോർച്ച് പോയി. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും ടോർച്ചിന്? അയ്യോ, താഴോട്ട് പോവാം. ഇവിടെ ഓൾറെഡി ലാവുള്ളതുകൊണ്ട് ആരും ഉണ്ടാവില്ല, പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഒരു സോംബീസോ അല്ല അവരെ ആരും ഉണ്ടാകത്തൊന്നുമില്ലല്ലോ. ഈ ലാവ് നമുക്ക് എടുത്തോണ്ട് പോകണോ? ഓ, ബക്കറ്റ് പോയി എൻ്റെ. ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ പോയി എൻ്റെ. ലാവിലോട്ടാണ് തോന്നാ. അതെ, ലാവിലോട്ടാ വീണ. ഈ കേവിൽ നല്ല ഇതായിട്ടുണ്ടെങ്കിലേ സാധാരണ ഡിപ്സ്ലേറ്റ് കേവിലൊക്കെ ഡയമണ്ടൊക്കെ കിട്ടണം. ഒരു മരണം വന്നിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അല്ല, ഈ ഒരു സ്റ്റോൺ കേക്ക്സ് കൊണ്ടൊന്നും നടക്കൂല. ഉണ്ടാക്കിക്കൊണ്ട് വരാമല്ലോ. അയ്യോ, ഈ ഗെയിമിൽ നിന്ന് ഞാൻ പുറത്തോട്ട് പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് ഒരിക്കൽ ചത്തും ചെയ്തിട്ട് എന്ത് കിട്ടി? ഒരു ബക്കറ്റും ഉണ്ട്, കുറച്ച് സാധനങ്ങൾ പോയി, അത് കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയെങ്കിലും മൈൻ ചെയ്യാൻ നോക്കാം. മൈൻ ചെയ്യുന്ന ഭയങ്കര പാട് തന്നെയാണ്. അത് മിക്കവാറും ഓഫ് ക്യാമറയിൽ ചെയ്യേണ്ടി വരൂ. വില്ലേജോ എക്സ്പ്ലോറിങ്ങിന് പോവാം അടുത്ത വീഡിയോയിൽ. ഈ ബെഡും പൊട്ടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കേവിനെ ഇതാക്കേണ്ടി വരും തോന്നുന്നു. ഓക്കെ, അപ്പോൾ നാളെ എക്സ്പ്ലോറിങ്ങിന് പോകുന്നുണ്ട് ഞാൻ ഷാഡർ ഇടായിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത്ര നേരം കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.